അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് 2-3 പേരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഈ മേഘാലയ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഐറ്റിനറിയും ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ ഒക്കെ. അപ്പൊ ഞാൻ അതുമായിട്ട് വന്നതാട്ടോ. എന്തായാലും ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവൂല്ലോ. ഞങ്ങൾ പോയ ഐറ്റിനറി ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ മേഘാലയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഒരു സ്ഥലമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ 7 സ്റ്റേറ്റ്സിലെ ഒരു സ്റ്റേറ്റ് ആണ് മേഘാലയ. കാസി, ഗാരോ, ജൈന്ത്യ അങ്ങനെ 3 ഹിൽസ് ആണ് മേഘാലയയിലുള്ളത്. ഞങ്ങൾ പോയത് കാസിയും ജൈന്തിയാണ്. ഗാരോ ഹിൽസിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് മേഘാലയയിൽ. ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ പോയ സ്ഥലങ്ങള് ആ ഐറ്റിനറി ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. മേഘാലയ ബോർഡർ ചെയ്യുന്നത് ആസാമും ബംഗ്ലാദേശുമാണ്. താഴെ ബംഗ്ലാദേശ്, മുകളിൽ ചുറ്റും ഇങ്ങനെ ആസാമാണ് കേട്ടോ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ സ്ഥലത്തെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഇപ്പൊ ലാംഗ്വേജ് പറയുവാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കാസി ലാംഗ്വേജ് ആണ്. ഇപ്പൊ കാസി ഓരോ ട്രൈബ്സ് അവരുടെ ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുക. പക്ഷെ മിക്ക ആൾക്കാർക്കും, എനിക്ക് തോന്നുന്നു 80% ആൾക്കാർക്കും അവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മനസ്സിലാവും, അവർക്ക് സംസാരിക്കാനും പറ്റും. സ്ത്രീകൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. മെട്രിലീനിയർ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും സ്ത്രീകൾക്ക് അവിടെ ഫേസ് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ പാതിരാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി പോവാണെങ്കിൽ എന്തെങ്കിലും, അതിപ്പോ ഏത് സ്ഥലത്താണെങ്കിലും അത് സംഭവിക്കാമല്ലോ. അതല്ലാതെ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനേക്കാളും കോൺഫിഡൻസോടുകൂടെ നമുക്ക് ആ നാട്ടിൽ നടക്കാൻ പറ്റുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കേട്ടോ, ഞാൻ പോയത് വെച്ചിട്ട്. അപ്പൊ ക്ലൈമറ്റ്, ഇപ്പൊ മേഘാലയ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഏത് ക്ലൈമറ്റിൽ ട്രാവൽ ചെയ്താലും മേഘാലയ അടിപൊളിയാണ്. കാരണം ഓരോ ക്ലൈമറ്റിൽ ഓരോ സീസണിൽ നമ്മൾ പോകുമ്പോൾ ഓരോ കാഴ്ചകൾ. മൺസൂൺ സീസണിലാണെങ്കിൽ വാട്ടർഫോൾസ് ഒക്കെ ഫുൾ ഇങ്ങനെ വെള്ളമായിട്ട്, ഭയങ്കര വെള്ളമായിട്ട് കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ ബ്ലൂ വാട്ടേഴ്സ് കാണാൻ പറ്റില്ല. മേഘാലയ എന്താ പറയാ, ബ്ലൂ വാട്ടേഴ്സിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ. അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നീല കളർ വെള്ളം. അത് കാണണമെങ്കിൽ വിന്റർ സീസണിൽ പോകണം. നവംബർ ടു മാർച്ച്, ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് ആ ഒരു ടൈമിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളർ വെള്ളം കാണാൻ പറ്റും. വിന്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 4 ഡിഗ്രി ആ ഒരു ലെവലിലൊക്കെ ടെമ്പറേച്ചർ കുറയാറുണ്ട്. അതുകൊണ്ട് ജാക്കറ്റും അപ്രോപ്രിയേറ്റ്ലി ഡ്രസ്ഡ് ആയിട്ട് വേണം നമ്മൾ പോവാൻ. ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങൾ നമ്മൾ ട്രെക്ക് ചെയ്തിട്ടാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ഷൂ, നല്ലൊരു ട്രെക്കിംഗ് ഷൂ നമ്മുടെ കയ്യിൽ വേണം. അവിടുത്തെ ആൾക്കാരെ പറ്റി പറയാനാണെങ്കിൽ നല്ല മനുഷ്യന്മാരാട്ടോ. ഞങ്ങൾക്ക് പോയി കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. നല്ല കുറെ ആൾക്കാരുള്ള സ്ഥലം, ഭയങ്കര കൈൻഡായി വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് അവര്. എന്താ പറയാ, അവരുടെ ഞങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ടൊരു കാര്യം ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തില്ല കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കരുതേണ്ട സാധനമാണ് മെഡിസിൻ. കാരണം ഷില്ലോങ് ഒരു ടൗൺ ആണ്. ഷില്ലോങ്ങിൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഷില്ലോങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൂറലായി വില്ലേജസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഷോപ്പൊക്കെ കണ്ടാൽ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നും അവൈലബിൾ ആയിരിക്കും അവിടെ. അത്യാവശ്യം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, എന്തൊക്കെ വരാമെന്ന് കണ്ട് അതിന് വേണ്ട മെഡിസിൻസ് എല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. ഇല്ലെങ്കിൽ അവിടെ പോയി കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കേരളം ഒരു 900 മീറ്റർ അബവ് സീ ലെവലാണ് കേട്ടോ. മേഘാലയ ഒരു 1200 to 1800 മീറ്റർ അബവ് സീ ലെവലാണ് ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവണം. എന്നിട്ടാണ് നമ്മൾ ട്രക്കും സാധനമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പക്ഷെ അങ്ങനെ അഡ്ജസ്റ്റ് ആവാനുള്ള ടൈം എടുത്തേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ ഒക്കെ ട്രക്കിന് പോയപ്പോ ആണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ആ ഒരു ഓക്സിജൻ കിട്ടാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. അതിനൊരു 2 ദിവസം ആ ഒരു ലെവലിൽ നമ്മൾ ഇരുന്നു. ഇപ്പൊ ഷില്ലോങ്ങിൽ ഒരു 2 days ഒക്കെ നിന്നിട്ടാണ് അടുത്ത ദിവസം തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത്രയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് 2 ദിവസം ഷില്ലോങ്ങിലൊക്കെ നിന്ന് ആ ഒരു ക്ലൈമറ്റുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയതിനു ശേഷം ട്രെക്കും സംഭവമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? കേരളത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മേഘാലയ എത്തും? മേഘാലയയിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് കേരളത്തിൽ നിന്ന് ഇല്ല കേട്ടോ. ഗുവാഹട്ടി ചെന്ന്, ഗുവാഹട്ടി ആസാമിന്റെ ക്യാപിറ്റൽ ആണ് ഗുവാഹട്ടി. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക്, ഒട്ടുമിക്ക സ്റ്റേറ്റ്സിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഗുവാഹട്ടിയിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. അപ്പൊ കേരള ടു ഗുവാഹട്ടി പോവാ. ഗുവാഹട്ടി നിന്നാണ് നമ്മൾ ഷില്ലോങ്ങിലേക്ക് പോകേണ്ടത്. അപ്പോ കേരള ടു ഗുവാഹട്ടി നമുക്ക് ഫ്ലൈറ്റ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിൻ ചൂസ് ചെയ്യാം. ട്രെയിൻ ആണെങ്കിൽ 2 to 3 days എടുക്കും. ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ഫ്ലൈറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. നമുക്ക് ചെന്നൈയോ ബാംഗ്ലൂരോ അങ്ങനെ എവിടെയെങ്കിലും ചെന്ന് ഇറങ്ങി
അവിടെ നിന്ന് വേണം നമുക്ക് ഗുവാഹട്ടിയിലേക്ക് പോകാൻ കേട്ടോ. ഇവരെ കേരള ടു ഗുവാഹട്ടി ഞങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസ് ആയത്, ഫ്ലൈറ്റ് ടിക്കറ്റിനായത് ഒരാൾക്ക് 2 and fro 15,000 ആണ് കേട്ടോ ആയത്. അവർ രണ്ടുപേർക്കും കൂടെ 30,000 ആണ് ഫ്ലൈറ്റിനായിട്ടുള്ളൂ. ഗുവാഹട്ടിയിൽ നിന്ന് നമ്മൾ എങ്ങനെ ഷില്ലോങ് പോകും? ഗുവാഹട്ടി ടു ഷില്ലോങ് നമുക്ക് പോവാൻ റോഡാണ്, ബൈ റോഡാണ് പോകേണ്ടത്. ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ക്യാബ് പിടിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 2,000-3,000 ഉള്ളില് പ്രൈവറ്റ് ക്യാബ് കിട്ടും നമുക്ക്. പിന്നെ ഷെയർ ക്യാബ് ഉണ്ട്. ഷെയർ ക്യാബ് ആവുമ്പോൾ 200-300 എന്നൊക്കെയാണ് ഗൂഗിളിൽ കണ്ടത് കേട്ടോ. നമുക്ക് ഷില്ലോങ്, നമുക്ക് ഈ സൈറ്റ് സീയിങ് പ്ലേസസിലേക്ക് പോകാൻ 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്ന്, നമുക്ക് ഷില്ലോങ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷില്ലോങ് നിന്ന് ഡൗക്കി, മൗലിന്നോങ്, ചിറാപുഞ്ചി, ഷില്ലോങ് ഈ ഒരു റൂട്ട് നമുക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഷില്ലോങ്, ചിറാപുഞ്ചി, മൗലിന്നോങ്, ഡൗക്കി, പിന്നെ ഷില്ലോങ്ങിലേക്ക് ഈ റൂട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഷില്ലോങ് എത്തിയപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ്, നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പൊ ആ ദിവസം ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഞങ്ങൾ ലേറ്റ്ലം കാനിയോൺ പോയി. ലേറ്റ്ലം കാനിയോണിൽ റൈസ് ബിയർ കിട്ടും. നിങ്ങൾ ബിയർ കുടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നീ കുടിക്കാത്ത ആൾക്കാരാണെങ്കിലും പുതിയൊരു സാധനം ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ലേറ്റ്ലം കാനിയോണിൽ മാത്രമാണ് റൈസ് ബിയർ കിട്ടുക കേട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ റൈസ് ബിയർ കിട്ടുന്നുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോകുമ്പോൾ ട്രൈ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ കമന്റ് ബോക്സിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഇനി ഡേ 2 നമ്മൾ പോകുന്നത് ഫിഫി ഫോൾസ്, ക്രാങ്ഷുരി ഫോൾസ്, ഡൗക്കി. ഫിഫി ഫോൾസിൽ അത്യാവശ്യം ട്രക്ക് ഉണ്ട്, അത്യാവശ്യം നടക്കാനുണ്ട്. ഫിഫി ഫോൾസിലേക്ക് പോകുന്ന വഴി ഞാൻ ഫുൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പോയി കണ്ടോളൂ. ക്രാങ്ഷുരി ഫോൾസും അത്യാവശ്യം നടക്കാനുണ്ട്. ഡൗക്കി റിവറിൽ നമുക്ക് ആ റിവറിലൂടെ നമുക്കൊരു ബോട്ടിംഗ് പോകാം കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. പിന്നെ ഡേ 2 നമ്മൾ ഈ 3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് നമ്മൾ മൗലിന്നോങ്ങിൽ വന്നിട്ടാണ് താമസിക്കുന്നത്. മൗലിന്നോങ് ആണ് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ആണ് മൗലിന്നോങ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരുവിധം എല്ലാ വീടുകളും ഹോം സ്റ്റേസ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡേ 3 നമ്മൾ ചെയ്യുക മൗലിന്നോങ് വില്ലേജ് ഒന്ന് കാണും. ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ട് മൗലിന്നോങ്ങില്, അവിടെ നമ്മൾ പോകും. നൊക്കാളിക്കായ് ഫോൾസ് ഉണ്ട്, മൗസ്മൈ കേവ് ഉണ്ട്. ഇത് നമ്മൾ ഈ ദിവസം നമ്മൾ ചിറാപുഞ്ചിയിലേക്ക് വരികയാണ് കേട്ടോ. ചിറാപുഞ്ചിയിലോട്ടേക്ക് വരുന്ന വഴിയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മൗസ്മൈ കേവ് ഒക്കെ ചിറാപുഞ്ചിയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പൊ മൗസ്മൈ കേവ്, നൊക്കാളിക്കായ് വാട്ടർഫോളും പിന്നെ മൗലിനോങ് വില്ലേജിനടുത്തുള്ള ആ ഒരു ബാലൻസിംഗ് റോക്കും ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും ആണ് നമ്മൾ ആ ദിവസം ഡേ 3 കാണുന്നത് കേട്ടോ. ഡേ 4 നമ്മൾ കാണുന്നത് നോങ്ക്രിയ ട്രക്ക് ആണ് കേട്ടോ. നോങ്ക്രിയ ട്രക്ക് അല്ലെങ്കിൽ റെയിൻബോ ഫോൾസ് ട്രക്ക് അല്ലെങ്കിൽ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ട്രക്ക്, ഇങ്ങനെ ഇതിന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. നോങ്ക്രിയ ട്രക്കിന്റെ ദിവസം എന്റെ ഒരു സജഷൻ, നിങ്ങൾ വേറെ ഒന്നും പ്ലാൻ ചെയ്യരുത് കേട്ടോ. കാരണം അത്ര ടൈം വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു സ്ഥലം ഫുള്ളായി കണ്ട് വെറുതെ പോയിരിക്കുന്ന ഓടിപ്പോയി തിരിച്ചു വരിക അല്ലാതെ ആ ഒരു സ്ഥലം മൊത്തത്തിൽ കണ്ട് ആസ്വദിച്ച് തിരിച്ചു വരാൻ വൈകുന്നേരം വരെ നമുക്ക് സമയം എടുക്കും കേട്ടോ. ടിർന വില്ലേജിൽ നിന്ന് ഈ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് വരെ 3,000 to 3,500 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് 1 വേ പറയുന്നത് കേട്ടോ. അപ്പൊ തിരിച്ച് 3,500 ഉണ്ടാവും. ടോട്ടൽ 7,000 സ്റ്റെപ്സ് ആയി. അപ്പൊ എന്തായാലും അത്രയും ദൂരം നമ്മൾ പോകുന്നുണ്ട്. ഈ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എത്തിയിട്ട് നിൽക്കാതെ വീണ്ടും കുറെ ദൂരം നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്ര കറക്റ്റ് ദൂരം എനിക്ക് പറയാനില്ല, ഒരുപാട് ദൂരം നടക്കാനുണ്ട്, അത്ര എനിക്ക് പറയാനറിയും. അപ്പൊ വീണ്ടും കുറെ ദൂരം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വാട്ടർഫോൾ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് എന്റെ സജഷൻ, നിങ്ങൾ അവിടെ നിൽക്കരുത് കേട്ടോ. അവിടെ വെച്ച് നിങ്ങൾ ഈ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യരുത്. വീണ്ടും പോയി റെയിൻബോ ഫോൾസ് കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി. റെയിൻബോ ഫോൾസിലേക്ക് പോകുന്ന വഴി ബ്ലൂ ലഗൂൺ ഉണ്ടോ. ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത് കേട്ടോ. അതുള്ളത് അതുകൊണ്ട് അത് മിസ്സാക്കരുത് എന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് കേട്ടോ. പിന്നെ എനിക്കൊരു സജഷൻ ആയിട്ട്, വേറൊരു സജഷൻ ആയിട്ടുള്ളത്, ഈ ട്രക്ക് ഇത്ര ലോങ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിറാപുഞ്ചിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ ചിറാപുഞ്ചിയിലാണ് താമസിക്കുന്നത്. അപ്പൊ ചിറാപുഞ്ചിയിൽ നിങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേ ആണോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ലഗേജ് വെച്ചിട്ട് ഈ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നോങ്ക്രിയാത്ത് വില്ലേജിലാണ് ഈ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ നോങ്ക്രിയാത്ത് വില്ലേജിൽ അവിടെ സ്റ്റേസ് അവൈലബിൾ ആണ്. ആ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് റെയിൻബോ ഫോൾസ് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോയി കണ്ടിട്ട് വരുക. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ റെയിൻബോ ഫോൾസ് കണ്ട് തിരിച്ചു കയറുക. അപ്പൊ ലഗേജ് ഉണ്ടെങ്കിൽ തിരിച്ചു കയറൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ലഗേജ് ലൈറ്റ് ആയിട്ട് അത്യാവശ്യം വേണ്ട സാധനം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം ലഗേജ് വെച്ച് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ
അപ്പൊ ഡേ 5 ആയി. ഡേ 5 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 7 സിസ്റ്റർ ഫോൾസ്, അർവ കേവ്സ്, ഗാർഡൻ ഓഫ് കേവ്സ്. ഇത് കഴിഞ്ഞ് ഈ 3 സ്ഥലം ചിറാപുഞ്ചിയിലുള്ളതാണ്. ഈ സ്ഥലങ്ങൾ കഴിഞ്ഞ് നമ്മൾ നേരെ ഷില്ലോങ്ങിലേക്കാട്ടോ പോകുന്നത്. ഷില്ലോങ്ങില് മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് പോലീസ് ബസാർ കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷെ നല്ല കുറച്ച് ഞങ്ങൾ ഓടി നടന്ന് പോലീസ് ബസാർ കണ്ടായിരുന്നു. നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിൽ ഒരുപാട് നല്ല വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ് പോലീസ് ബസാർ. സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്, അങ്ങനെ എല്ലാം ഉള്ള ഒരു അടിപൊളി ഭയങ്കര അലൈവ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതാണ് പോലീസ് ബസാർ കേട്ടോ. അപ്പോ ഡേ 5 ഇതായിരുന്നു ഞങ്ങളുടെ 5 ഡേ ഐറ്റിനറി. ഇതിൽ നിങ്ങൾക്ക് ഞങ്ങൾ പോയ സ്ഥലങ്ങളല്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 3 നമ്മൾ കവർ ചെയ്യുന്നത് മൗലിനോങ് വില്ലേജിൽ നിന്ന് പോകുമ്പോൾ മൗലിനോങ് വില്ലേജ് ടു ചിറാപുഞ്ചിയാണ് നമ്മൾ ഡേ 3 ചെയ്യുന്നത്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, മൗലിനോങ് വില്ലേജിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്ക് പോകുന്ന വഴി ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഒക്കെ കണ്ടതിന് ശേഷം പൈനുർസ്ല എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ആ ടൗൺ ഒരു ദിവസം എക്സ്ട്രാ എടുത്ത് ആ ടൗണിൽ സ്റ്റേസ് അവൈലബിൾ ആണ്. അവിടെ സ്റ്റേ ചെയ്ത് അതിന്റെ അടുത്ത് ഒരു ബാംബൂ ട്രക്ക് എന്ന് പറയുന്ന ഒരു ട്രക്ക് ഉണ്ട് കേട്ടോ. എന്താ പറയാ, മോസ്റ്റ് സ്കേറിയസ്റ്റ് ട്രക്ക്, അങ്ങനെയാണ് അതിനെ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ എല്ലാ ദിവസവും അടുപ്പിച്ച് ട്രക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് പിന്നെ അനക്കാൻ പറ്റാത്തൊരു പരുവത്തിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 4 hours മതി കേട്ടോ. ഞങ്ങൾക്കിനി ഈ ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാനും ഇത്ര ദിവസം അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എത്ര പൈസയാണ് ചെലവായത്. ഫ്ലൈറ്റിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പിന്നെ സ്റ്റേയും എല്ലാം ഞാൻ പറയുമ്പോൾ 2 പേരുടെ വെച്ച് പറയാം കേട്ടോ. ഒരു കപ്പിളിന് എത്ര ആവുന്ന എന്നുള്ള റേറ്റ് ആണ് ഞാൻ ഇവിടെ ഫുൾ പറയുന്നത്. ഞങ്ങൾ ഒരു പ്രൈവറ്റ് ടാക്സി അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. ഈ പ്രൈവറ്റ് ടാക്സിയിലാണ് ഞങ്ങൾ അവിടെ ഫുൾ ട്രാവൽ ചെയ്ത്. പ്രൈവറ്റ് ടാക്സിയിലാണ് കേട്ടോ മേഘാലയയില്. അപ്പൊ ഇത്ര ദിവസം ഞങ്ങൾ ഫസ്റ്റ് ഡേ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ തൊട്ടിട്ട് ഫിഫി ഫോൾസിലേക്ക് പോകുന്ന ദിവസം തൊട്ടിട്ടാണ് ഞങ്ങൾ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ 4 ദിവസം ഞങ്ങള് പ്രൈവറ്റ് ടാക്സി എടുത്തപ്പോൾ അതിന് ഒരു ദിവസം 3500 ആണ് ടാക്സിക്ക് റേറ്റ് വരുന്നത്. മാലുംബായ് എന്നാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്ത ആളുടെ പേര്. മാലുംബായ് ആണ് ഞങ്ങൾക്ക് ഈ ഹോം സ്റ്റേ മൊത്തം അറേഞ്ച് ചെയ്തത് മാലുംബായ് ആയിരുന്നു. ഞങ്ങൾ താമസിച്ച റൂമിന്റെ ഒക്കെ റേറ്റ് 1200, 1300, ഒരു 1200 to 1500 റേഞ്ചിന്റെ ഇടയിലാണ് മിക്ക റൂംസിന്റെയും റേറ്റ് വരുന്നത് കേട്ടോ. അവിടെ തന്നെ അവരിപ്പോ ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഈ ഹോം സ്റ്റേസ് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് അവർ ഉണ്ടാക്കി തരും, ഡിന്നറും അവർ തന്നെ ആട്ടോ ഉണ്ടാക്കി തരും. അപ്പൊ ഡിന്നറിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്താൽ മതി. ഫുഡിന് കാര്യമായ റേറ്റ് വരുന്നില്ല അവിടെ. ഫുഡ് ചീപ്പായി കിട്ടുന്ന ഒരു സ്ഥലം. അപ്പൊ നമ്മൾ കഫേസിനൊക്കെയാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കഫേസിൽ നമ്മൾ കഫേസിൽ കൊടുക്കുന്ന ആ ഒരു റേറ്റ് അവിടെയും കൊടുക്കേണ്ടി വരും. സ്റ്റേസിന് ഞങ്ങൾ ഇത്ര ദിവസം താമസിച്ചിട്ട് ഞങ്ങൾക്ക് ആയത് ഒരു 8000 ആണ് ഞങ്ങൾക്ക് ആയത്. ഫുഡിന് ഒരു 5000 to 6000 ആണ് ആയിട്ടുള്ളൂ. പിന്നെ പ്രൈവറ്റ് ക്യാബിന് 3500 പെർ ഡേ. ഞങ്ങൾ 4 days എടുത്തത്. അപ്പൊ ഒരു 14,000 അടുത്തായിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് പ്രൈസസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടിക്കറ്റ് പ്രൈസിൽ ഡൗക്കി ബോട്ട് റൈഡ് ആണ് ഒരു വലിയൊരു എക്സ്പെൻസ് എന്ന് പറയാം. കാരണം ഒരു ബോട്ടിന് 1000 ആണ് അവർ വാങ്ങുന്നത്. പിന്നെ വേറെ എല്ലാ എക്സ്പെൻസസും വളരെ കുറച്ച് 10 രൂപ, 20 രൂപ, 100 രൂപ, 50 രൂപ ആ ഒരു റേറ്റിലേ വരുന്നുള്ളൂ കേട്ടോ. വലിയ എക്സ്പെൻസ് ഡൗക്കി ബോട്ട് റൈഡിന് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വന്ന എക്സ്പെൻസ്. ഫ്ലൈറ്റിന് മാത്രമായിട്ട് 30,000, ഫ്ലൈറ്റ് അല്ലാതെ ഞങ്ങളുടെ 2 പേരുടെയും എക്സ്പെൻസസ് 30,000 ആണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഈ സ്റ്റേ ഫുഡ് അതൊക്കെ വന്നു. അപ്പൊ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് മേഘാലയ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പ് പോവുക. അതേ എനിക്ക് പറയാറുള്ളൂ കേട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പോകുമ്പോൾ നമ്മൾ അവിടെ ആ സ്ഥലം നശിപ്പിക്കാതെ നമ്മൾ എന്താ പറയുക റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആയിട്ട് വേണം നമ്മൾ പോയി വരാൻ കേട്ടോ. വേസ്റ്റ് ഒന്നും എവിടെ ഇടാതെ അവർ അത്രയ്ക്ക് അവരുടെ സ്ഥലം ശ്രദ്ധിച്ചാണ് അവർ നോക്കുന്നത്. അപ്പൊ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കിട്ടിയ വേസ്റ്റ് അവിടെ ഇവിടെ ഇട്ട് വരുന്നത് നമ്മൾ റെസ്പോൺസിബിൾ ട്രാവലേഴ്സ് ആയിട്ട് പോയി കണ്ടുവരുക. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.